ആദ്യത്തെ കേരള സന്ദർശനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തൃശൂർ ഭാരതീയ ജനതാ പാർട്ടിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും ശ്രീ നരേന്ദ്രമോദിക്കും ഒരു ആദരവ് എന്നിലൂടെ നൽകിയെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ടല്ല, അതിന് വലിയ മതിപ്പുണ്ട്, മതിക്കുന്നു എന്ന് ദൃശ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അദ്ദേഹം ആദ്യത്തെ സന്ദർശനം തന്നെ തൃശൂർ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എ വെരി വാം വെൽക്കം ടു യു ശ്രീ നബീൻജി. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതമോതുന്നു. ശ്രീ രാജീവ് പറഞ്ഞ രാഷ്ട്രീയത്തിനും അഡ്മിനിസ്ട്രേഷനും ഇടയ്ക്കുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ അതിൻ്റെ വാലിൽ തൂങ്ങി പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിവിടെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സെഷനാണ് നടക്കാനുള്ളത്. ആ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ബഡ്ജറ്റിനെ സംബന്ധിച്ചും ഒരു ബഡ്ജറ്റ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ എതിർത്തുകൊണ്ടുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകരുതേ എന്ന് പറയുന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനെ സംബന്ധിച്ച് ഒരു 50 വർഷത്തെ ബഡ്ജറ്റ് അവലോകനം ചെയ്തിട്ടുള്ള വിചക്ഷണരുണ്ട്. അവരുടെ അറിവിൻ്റെ പെട്ടിയിൽ നിന്ന് പകർന്നെടുത്ത അംശങ്ങൾ വെച്ച് ഞാൻ വിശ്വസിക്കുന്നു, വിത്ത് സ്ട്രോങ് conviction I need to propagate that this is the most futuristic budget that Shri Narendra Modi and Srimati Nirmala Sitharaman has designed for the people of the country and through India to the whole world. We are going to set new standards. ഇത് വളരെ വ്യക്തമായ ദിശാബോധമുള്ള ഒരു കാര്യം. ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാചകങ്ങൾ തന്നെയാണ്. ഈ നൂറ്റാണ്ടിലെ 21st സെഞ്ചുറിയിലെ സെക്കൻഡ് ക്വാർട്ടറിൽ 2025 കഴിഞ്ഞ് 26ലെ സെക്കൻഡ് ക്വാർട്ടറിലെ ആദ്യത്തെ ബഡ്ജറ്റാണ് ടാർഗറ്റിംഗ് വാട്ട് ഈസ് പ്രോമിസ്ഡ് ബൈ ശ്രീ നരേന്ദ്രമോദി ആൻഡ് വാട്ട് ഈസ് കോൾഡ് വികസിത് ഭാരത് 2047. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും അങ്ങനെയുള്ള അംശങ്ങളെല്ലാം പരിശോധിച്ചാൽ 2070 ഒരുപക്ഷെ നേരിടാൻ സാധ്യതയുള്ള ഒരു സന്നിഗ്ധാവസ്ഥ, അതിനെയും കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് രൂപകൽപ്പന ഇത് 2070 വരെയുള്ള ബഡ്ജറ്റിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഈ ഭരണം പിടിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്ന ജൽപ്പന മാത്രമാണ് ഇതിന്റെ വിമർശകർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കേരള സമൂഹം, കേരളത്തിലെ രാഷ്ട്രീയമുള്ളതും ഇല്ലാത്തതുമായ വോട്ടിംഗ് സമൂഹം ഒട്ടും ഡിഫ്ലക്റ്റഡ് ആവാതെ വരുന്ന തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കിനിയും ഇതിനെ സംബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും, സമയവും ഉണ്ടാവും. എല്ലാവരും വന്ന് ചേർന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ നമസ്കാരം. നന്ദി.